തിരികെ എത്തിയ പ്രവാസികൾക്കായി അവരുടെ പുനരധിവാസത്തിന് വേണ്ടിയുള്ള NDPREM എന്നുള്ള പദ്ധതി. ഇതിൻ്റെ ഭാഗമായി സംരംഭങ്ങൾ ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുമ്പോൾ സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തുമോ? സാധാരണഗതിയിൽ സഹായങ്ങൾ നൽകി വരുന്നുണ്ട്. ഇപ്പോൾ NDPREM അതിൽ സംരംഭങ്ങൾ തുടങ്ങാനായി 30 ലക്ഷം വരെയുള്ള പദ്ധതികൾക്ക് 15% മൂലധന സബ്സിഡി, പരമാവധി 3 ലക്ഷം വരെ 4 വർഷത്തേക്കാണ്. 3% പലിശ സബ്സിഡിയും ഈ പദ്ധതി മുഖേന നൽകുന്നുണ്ട്. 19 ബാങ്കിംഗ് ധനകാര്യ സ്ഥാപനങ്ങളുടെ സംസ്ഥാനത്തെ 7000-ലധികം ശാഖകൾ വഴി സേവനം ലഭിക്കുമെന്നാണ് പ്രത്യേകത. 2016 ഏപ്രിൽ മുതൽ 2021 വരെ എടുത്താൽ 6151-ലധികം സംരംഭങ്ങളും 2021 ഏപ്രിൽ മുതൽ 2025 മാർച്ച് 10 വരെ 4375 അധികം പ്രവാസി സംരംഭങ്ങളും. ഇതിലൂടെ മൂലധന സബ്സിഡി ഇനത്തിൽ 90 കോടി 31 ലക്ഷം രൂപയും പലിശ സബ്സിഡി ഇനത്തിൽ 16 കോടി 6 ലക്ഷം രൂപയും വിനിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തം സബ്സിഡിയായി നൽകിയ തുക 106 കോടി 38 ലക്ഷം രൂപയാണ്.